Hi guys, once again welcome back to Jubor. നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാം ആണ് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. ആദ്യ ചാപ്റ്റർ റെവല്യൂഷൻ ഏതായിരിക്കും എസ് ഒക്കെ ചോദിക്കുക. ഇനി റെവല്യൂഷൻ ഏത് റെവല്യൂഷൻ എസ് ഒക്കെ ചോദിച്ചാലും കുഴപ്പമില്ല. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, ഓരോ റെവല്യൂഷൻ പഠിക്കാൻ വേണ്ടി പോകണം. ഒരൊറ്റ പേജിലാണ് മുഴുവൻ റെവല്യൂഷനും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് മൈക്രോബിറ്റ് എന്ന് പേരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കട്ടിങ്സ് വെക്കാനുള്ള നോട്ടല്ല. ഈ നോട്ട് നിങ്ങൾക്ക് തരും. എവിടെ തരുന്നൊക്കെ ഞങ്ങൾ ലൈവ് ഈ വീഡിയോന്റെ അവസാനം ഞാൻ പറയുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഈ 5 റെവല്യൂഷനെയും സിംഗിൾ പേജിലാക്കി ഏറ്റവും പെട്ടെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഈ കാര്യം, ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഏത് റെവല്യൂഷൻ ചോദിച്ചോട്ടെ, ഏത് റെവല്യൂഷൻ ചോദിച്ചാലും ആ 6 മാർക്ക് നിങ്ങളുടെ പേപ്പറിൽ തന്നെ കിടക്കും. ആദ്യം പിടിച്ചോ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. എങ്ങനെയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ ഒരൊറ്റ പേജിലേക്ക് ഒതുക്കാൻ വേണ്ടി പോകണമെങ്കിൽ 2 പേജിലേക്ക്. നമ്പർ 1 എന്താണ്, ഇംഗ്ലണ്ടുകാർ മൈഗ്രേഷൻ നടത്താണ്, കുടിയേറ്റം നടത്താൻ എവിടേക്ക്, 16ാം നൂറ്റാണ്ടിൽ എവിടേക്ക്, അമേരിക്കയിൽ. സോ ഇംഗ്ലണ്ടുകാർ 16ാം നൂറ്റാണ്ടിൽ കുടിയേറ്റം ആരംഭിച്ചു. ആ കുടിയേറ്റം 18ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഏകദേശം 13 കോളനികൾ എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, അമേരിക്ക എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് അവർ കോളനികൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇത്രയാണ് റീസൺ. എ സെന്റർ ഫോർ കളക്ടിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാൻ ഉറവിടമായും ആ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ് വിറ്റഴിക്കാനുള്ള മാർക്കറ്റ് ആയിട്ടുമാണ് അവർ എന്തിനെ കണക്കാക്കിയത്, അമേരിക്കൻ കോളനിയെ കണക്കാക്കിയത്. ആ അമേരിക്കൻ കോളനിയെ ആ രീതിയിൽ മാറ്റാനായിട്ട് അവർ എന്ത് നടപ്പിലാക്കുകയാണ്, മെർക്കന്റിലിസ്റ്റ് ലോ കൊണ്ടുവരികയാണ്. എന്താണ് മെർക്കന്റിലിസ്റ്റ് ലോ? എളുപ്പത്തിൽ 5 മെർക്കന്റിലിസ്റ്റ് ലോയും പഠിക്കാം. എന്തൊക്കെയാണ് മെർക്കന്റിലിസ്റ്റ് നിയമം കൊണ്ടുവന്നു? എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ 5 മെർക്കന്റിലിസ്റ്റ് ലോ എന്തൊക്കെയാണ്? നമ്പർ 1 ഷിപ്പ്, 2 എക്സ്പോർട്ട്, 3 സ്റ്റാമ്പ്, 4 ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, 5 ഇമ്പോർട്ട് ടാക്സ്. ഈ 5 കാര്യം പഠിച്ചാൽ എന്ത് ചെയ്യും? 5 റവല്യൂഷൻ പഠിച്ചു. എങ്ങനെ 5 കാര്യങ്ങൾ പഠിച്ചാൽ 5 റവല്യൂഷൻ 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ പഠിക്കാൻ പഠിച്ചോ. നമ്പർ 1 പിടിച്ചോ. നമ്പർ 1 ഷിപ്പ്. എന്താണ് ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ കോളനിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തിൽ മാത്രമായിരിക്കണം? ബ്രിട്ടീഷുകാരുടെ കപ്പലുകളിൽ മാത്രമായിരിക്കും. എൻ്റെ എക്സ്പോർട്ട്, എന്ത് സാധനം വേണമെങ്കിൽ നിങ്ങൾ കോളനിയിൽ ഉണ്ടാക്കി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടാക്കിയോ, പക്ഷെ എവിടേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രിട്ടനിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 3ാമത് സ്റ്റാമ്പ്. അവിടെ അച്ചടിച്ചിറക്കുന്ന എല്ലാ ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ഗവൺമെന്റ് സംവിധാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ബുക്കോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ മേലേക്ക് എന്ത് വേണം? ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് വേണം. അതുപോലെ തന്നെ 4ാമത് ബ്രിട്ടീഷുകാരുടെ ആർമിക്ക് വേണ്ട ഫുഡും അതുപോലെ ക്വാർട്ടേഴ്സ്, അവിടെ താമസ സൗകര്യം ആര് ചെയ്തു കൊടുക്കണം? ഈ കോളനി ജനങ്ങൾ ചെയ്തു കൊടുക്കണം. അതുപോലെ ഇമ്പോർട്ട് ടാക്സ്, അവർക്ക് വേണ്ട വല്ല ഗ്ലാസോ പേപ്പറോ തേയിലൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് കൊടുക്കണം? നല്ലൊരു എമൗണ്ട് ഇമ്പോർട്ട് ടാക്സ് ആയിട്ട് അവർ കൊടുക്കണമായിരുന്നു. അല്ലെ, അങ്ങനെ ഇവർ ഇതൊക്കെ പേര് കഷ്ടപ്പെടുക്കുന്ന സമയത്താണ് ചില തിങ്കേഴ്സ് വരികയാണ്. ആരൊക്കെ? പ്രധാനപ്പെട്ട 2 തിങ്കേഴ്സ് ഉണ്ട്. ജോൺ ലൂക്ക് ഉണ്ട്, തോമസ് പെയിൻ. അല്ലെ, ജോൺ ലൂക്ക് എന്തിനെ പറ്റി? നമ്മുടെ മൗലിക അവകാശങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ തോമസ് പെയിൻ എന്തിനെ പറ്റി പറഞ്ഞത്? എല്ലാ കാലത്തേക്കും നമ്മൾ അമേരിക്കൻ കോളനിയെ നിങ്ങളുടെ കൈവശം വെക്കാന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ നടക്കില്ല മോനെ ദിനേശ് എന്നാണ് പറഞ്ഞത് നമ്മുടെ തോമസ് പെയിൻ പറഞ്ഞു. അല്ലെ, അങ്ങനെ ഈ 2 പേരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കാരണം എന്തിലേക്ക് പോവാണ്? അമേരിക്കൻ 1ാം വൻകര സമ്മേളനത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിലേക്ക് പോവാണ്. എന്താ അവിടെ പഠിക്കാനുള്ളത്? ആദ്യം പഠിക്കാനുള്ളത് 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് ഇന്ന് നടക്കുന്നത് ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1ാം വൻകര സമ്മേളനം നടക്കുന്നത്. അത് വിജയിച്ചോ? വിജയിച്ചില്ല. കാരണം എന്താ നമ്മൾ ചെയ്തത്? രാജാവിന് ഒരു പെറ്റീഷൻ കൊടുത്തു. പക്ഷെ രാജാവ് എന്ത് ചെയ്തു? അടിച്ചമർത്തി, പരാജയപ്പെട്ടു. നമ്മൾ പിന്മാറിയോ? ഇല്ല. അവർ വീണ്ടും നടന്നു. ഏത് വർഷം? 2ാം വൻകര സമ്മേളനത്തിൽ പോയി. എവിടെ വെച്ച് നടന്നത്? തൊട്ടടുത്ത വർഷം 1775 ഫിലാഡൽഫിയയിൽ വെച്ച് ചേർന്നു. പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് അതിനുശേഷം സംഭവിച്ചു. നമ്പർ 1 എന്താണ്? ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ ആർമിയുടെ ചീഫ് കമാൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യണം? അവിടെ നേതാവായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. അല്ലെ, ആരെ? ജോർജ് വാഷിംഗ്ടണിനെ. 2ാമതായത് കോമൺ സെൻസ്. അതേസമയം ജോർജ് വാഷിംഗ്ടണിനെ നേതാവായി തെരഞ്ഞ അതേസമയം നമ്മുടെ തോമസ് പെയിൻ എന്ത് ചെയ്യാണ്? തന്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ എന്താ പറഞ്ഞത്? എന്താണ് ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. ബ്രിട്ടനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നതാണ് അമേരിക്കയ്ക്ക് ഏറ്റവും ഉചിതമായ കാര്യം എന്ന് എന്തിലൂടെ പറയാ? അദ്ദേഹത്തിന്റെ ഫാമിലിയിലൂടെ പറയാം. അല്ലെ, അതിനുശേഷം എന്താ സംഭവിച്ചത്? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്നാ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നത് 1776 ജൂലൈ 4 വളരെ ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അല്ലെ, ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി എന്താ ആരംഭിക്കുകയാണ്? അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും, അല്ലെങ്കിൽ അമേരിക്കൻ കോളനി ജനങ്ങളും ഇംഗ്ലണ്ടുകാരും നമ്മൾ യുദ്ധം ആരംഭിക്കുകയാണ്. യുദ്ധം അങ്ങനെ നല്ല കൊടുമ്പിരി കൊള്ളുക. ആ യുദ്ധം അങ്ങനെ എപ്പോഴാണ് അവസാനിക്കുന്നത്? അത് അവസാനിക്കുന്ന 1781 യുദ്ധം അവസാനിക്കുന്നത്. 1783 പാരീസ് ട്രീറ്റി പ്രകാരം എന്തിയാണ്? അമേരിക്കയുടെ 13 കോളനിയുടെയും എന്തിയാണ്? ബ്രിട്ടൻ എന്തിയാണ്? സ്വാതന്ത്ര്യം അംഗീകരിച്ചില്ല. അങ്ങനെ 13 കോളനിയും 1783 എന്തായി മാറാണ്? സ്വതന്ത്ര സ്റ്റേറ്റ് ആയി മാറാം. അറ്റ് ലാസ്റ്റ് ജെയിംസ് മാഡിസന്റെ നേതൃത്വം അമേരിക്കയ്ക്ക് വേണ്ടി തയ്യാറാക്കണം, ഒരു ഭരണഘടന തയ്യാറാക്കണം. ആ ഭരണഘടന പ്രകാരം നമ്മുടെ ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ പ്രസിഡന്റായി നിലവിൽ വരിക. ഇത്രയേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞു, സെറ്റ്. അടുത്ത പിടിച്ചോ. എന്താണ് ഇതിന്റെ ഇമ്പാക്ട് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? പ്രധാനമായി 4 ഇമ്പാക്ട് ആണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉള്ളത്. നമ്പർ 1 എന്താ? മോട്ടിവേഷൻ. എന്താ? ആരെ മോട്ടിവേറ്റ്? ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ മോട്ടിവേറ്റ് ചെയ്താണോ? യെസ്. അതായത് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ശേഷം ലോകത്ത് നടന്ന എല്ലാ ഇത്തരത്തിലുള്ള സ്ട്രഗിൾസുകൾക്കും ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സിനും ആര് മോട്ടിവേഷൻ ആയിരുന്നു? ഈ ഒരു സമരം മോട്ടിവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ്, ലോകത്തിലേക്ക് റിപ്പബ്ലിക്കൻ ടൈപ്പ് ഓഫ് ഗവൺമെന്റ്, തന്റെ ജനങ്ങൾ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ ഗവൺമെന്റ് സംവിധാനം എന്ത് ചെയ്യാണ്?
റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ലോകത്തിന് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണ ആര്? അമേരിക്ക. അതുപോലെ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ന സംവിധാനം അല്ലെങ്കിൽ എന്നൊരു ഖ്യാതി കൂടി ആര് നേടുകയാണ്? അമേരിക്കയുടെ ഭരണഘടന നേടുകയാണ്. അതുപോലെ ഫെഡറൽ സിസ്റ്റം, ലോകത്തിന് മുന്നിലേക്ക് അധികാര വിഭജനം എന്ന് പറയുന്ന ഫെഡറൽ സിസ്റ്റം എന്നതാണ് ലോകത്തിന് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ ആര്? അമേരിക്ക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിക്കുക. 2 പേജിൽ നമ്മൾ ഈ പരിപാടിന്റെ ഇത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ്, ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് എഴുതി നോട്ടാട്ടോ. രണ്ടാമത് പിടിച്ചോ, ഫ്രഞ്ച് റവല്യൂഷൻ. എന്താണ് ഫ്രഞ്ച് റവല്യൂഷനിൽ പഠിക്കാനുള്ള മക്കളെ? എന്താ ഫ്രഞ്ച് റവല്യൂഷന്റെ കാരണം? ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്, ഏകാധിപത്യ ഭരണം അല്ലെ. ഫ്രാൻസ് ഭരിച്ച ഭരണാധികാരികൾ, ബൂർബൻ രാജാക്കന്മാരൊക്കെയാ. ലൂയിസ് 14 ലൂയിസ് 15 മേരി ആന്റോണിയുണ്ട്. ഇവരൊക്കെ എന്താണ്? ധൂർത്തന്മാരായിരുന്നു, ഏകാധിപതികളായിരുന്നു അല്ലെ. ആ ഏകാധിപത്യ എന്താണ് ഭരണത്തിന് കീഴിൽ ഫ്രഞ്ച് സൊസൈറ്റി എന്ത് ചെയ്യാണ്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുക. ഏതൊക്കെയാണ് 3 മക്കളെ ഡിവിഷൻ ഓഫ് ഫ്രഞ്ച് സൊസൈറ്റി? ഏതൊക്കെയാ? എസ്റ്റേറ്റ് 1, എസ്റ്റേറ്റ് 2, എസ്റ്റേറ്റ് 3. എസ്റ്റേറ്റ് 1 ക്ലേജി, പുരോഹിതന്മാരായിരുന്നു. എസ്റ്റേറ്റ് 2 നോബിൾസ്, പ്രഭുക്കന്മാരായിരുന്നു. എസ്റ്റേറ്റ് 3 ആരാണ്? കോമൺ പീപ്പിൾ, എന്താണ് മധ്യവിഭാഗം അല്ലെങ്കിൽ മധ്യവർഗ വിഭാഗമായിരുന്നു. പറയേണ്ട ആവശ്യമുണ്ടോ എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് അല്ലേ. എസ്റ്റേറ്റ് 1 എസ്റ്റേറ്റ് 2 എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചപ്പോൾ എസ്റ്റേറ്റ് 3 ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് അവർ സുഖ സൗകര്യങ്ങളൊക്കെ നേടില്ലേ. അപ്പോൾ ആ കാര്യം കൃത്യമായി നിങ്ങൾ അവിടെ എഴുതണം അല്ലേ. എന്നാൽ ഇവരെ പിന്നീട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്? ചിന്തകന്മാരാണ്. ആരൊക്കെ? നമ്മുടെ MVR ധോത്തികളും മുണ്ടുകളും അല്ലെ. MVR ആരാ? മോണ്ടസ്ക്യൂ, വോൾട്ടയർ, റൂസോ. ആ 3 ആളുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോവാണ്? അതിനുശേഷമാണ് ഫ്രാൻസിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി സംഭവിക്കുകയാണ്, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് സംഭവിക്കുക. എന്താ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം? 3 കാരണങ്ങളുണ്ട്. നിരന്തരം ഇടക്കിടക്ക് നടക്കുന്ന യുദ്ധമുണ്ട്, അതുപോലെ ക്രോപ്പ് ഫെയിലിയർ, ഇടക്കിടക്ക് ഉണ്ടാകുന്ന കൃഷിനാശം, അതുപോലെ ഡ്രോട്ട്, വരൾച്ച. ഈ 3 കാര്യങ്ങൾ ഒത്തങ്ങ് വന്നപ്പോൾ ഫ്രാൻസിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ തുടങ്ങി. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് ഫ്രാൻസിലെ രാജാവ് എന്ത് ചെയ്തു? എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. എന്തിനു വേണ്ടിയിട്ട്? പുതിയ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, ന്യൂ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. സ്വാഭാവികമായിട്ടും ടാക്സ് ആരെന്നാണ് വാങ്ങുക? 3ാം എസ്റ്റേറ്റ് ആളെന്നല്ലേ. 1ാം എസ്റ്റേറ്റ് ആളുകളും 2ാം എസ്റ്റേറ്റ് അതിനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലേ. ആ സന്ദർഭത്തിൽ നമ്മളെ 3ാം എസ്റ്റേറ്റ് ആളുകൾ എന്ത് പറഞ്ഞത്? ഈ പരിപാടിയിൽ നടക്കൂല, അതായത് ഓരോ എസ്റ്റേറ്റും ഓരോ വോട്ട് എന്ന പരിപാടിയിൽ നടക്കൂല. ഇനി ഇവിടെ എന്തേ നടക്കുള്ളൂ? ഇൻഡിവിജ്വൽ വോട്ടിംഗ് സംവിധാനം വേണം. ഓരോരുത്തർക്കും എന്ത് വേണം? വ്യക്തിഗത വോട്ട് വേണം. ആ ചർച്ച അല്ലെങ്കിൽ ആ ഒരു തർക്കം നടക്കവേ നമ്മളെ 3ാം എസ്റ്റേറ്റിലെ ആളുകൾ, എന്താണ് മധ്യവർഗ വിഭാഗം അല്ലെങ്കിൽ കോമൺസ് എന്നറിയപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുചേരുകയും അവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കുക. എന്താ പ്രതിജ്ഞ എടുത്തത്? ഫ്രാൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന തയ്യാറാകുന്നവരെ ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപിരിഞ്ഞു പോവുകയില്ല. ദിസ് ഈസ് നോൺ ആസ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു അല്ലേ. പിന്നീട് നമുക്കറിയാം 14 ജൂലൈ 1789 ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നിടുന്നു 7-8-9 ഡേറ്റ് ആയി അല്ലേ. അപ്പോൾ 14 ജൂലൈ 1789 അവരെന്താണ്? ബാസ്റ്റിൽ പ്രിസൺ തകർത്തുകൊണ്ട് ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് ഇറങ്ങാണ്. സോ ദിസ് ഈസ് ഫ്രഞ്ച് റവല്യൂഷൻ. ഇത്രയും കാര്യം പഠിക്കാനുള്ളൂ. ഒരൊറ്റ പേജിൽ കറക്റ്റ് കൊള്ളിക്കാൻ ഒരൊറ്റ വരിയും കൂടി മാറി കൊണ്ട് 2ാം പേജിലേക്ക് പോയി എന്ന് മാത്രം. നോട്ട് എവിടെ കിട്ടും? ഞാൻ ലാസ്റ്റ് വരെ നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത 3ാമത് റഷ്യൻ റവല്യൂഷനിലേക്ക് പോവാണ്. റഷ്യൻ റവല്യൂഷൻ പഠിക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട റഷ്യൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രീം ബിസ്ക്കറ്റ് പോലെയാ. ക്രീം ബിസ്ക്കറ്റ് പൊളിച്ചാൽ 2 ഉണ്ടാവും അല്ലേ. ആ 2 കൂടെ ഒന്നിച്ച് വെക്കുമ്പോൾ ബിസ്ക്കറ്റ് ആകുക. അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി വിപ്ലവവും അതുപോലെ തന്നെ ഒക്ടോബർ വിപ്ലവവും ഈ 2 പേരും കൂടി ചേർന്നാണ് ശരിക്കും എന്താ ഈ പറയുന്ന റഷ്യൻ റവല്യൂഷൻ. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആരാണ് വിപ്ലവം നടത്തിയത്, റവല്യൂഷൻ നടത്തിയത്? വർക്കേഴ്സ് ആണ്. എന്താണ് അതിലേക്ക് എത്താണ്ടായ സാഹചര്യം? വർക്കേഴ്സിന്റെ ജീവിതം അത്രയും പരിതാപകരമായിരുന്നു അല്ലെ. ആ ഇഷ്യൂ, വർക്കേഴ്സിന്റെ ഇഷ്യൂസ് ഒക്കെ മാറണമെങ്കിൽ അവിടെ എന്ത് വേണം? വർക്കേഴ്സിന്റെ ലീഡർഷിപ്പിലുള്ള ഒരു സംവിധാനം അവിടെ വളർന്നു വരണം അല്ലെ. അതിനുവേണ്ടി അവരെന്താ ചെയ്തത്? അവർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. എന്നാൽ പിന്നീട് ആ രാഷ്ട്രീയ പാർട്ടി എന്താ സംഭവിച്ചത്? 2 വിഭാഗമായി ഡിവൈഡ് ചെയ്തു പോലെ. ഏതൊക്കെ 2 വിഭാഗം? നമ്പർ 1 ബോൾഷെവിക്, നമ്പർ 2 മെൻഷെവിക്. മെൻഷെവിക് എന്നിങ്ങനെ 2 ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തു അല്ലേ. ഇനി അതുപോലെ തന്നെ എന്താ സംഭവിച്ചത്? ഇനി അപ്പൊ അത്രയും നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത്. ഇനി നമ്മൾ ഫെബ്രുവരി റവല്യൂഷനിലേക്ക് പോകുന്നത് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഈ 2 കാര്യം എന്താണെന്ന് പഠിച്ചാൽ പരിപാടി സെറ്റ്. ഫെബ്രുവരി റവല്യൂഷനിലേക്ക് പോകുന്നത്. ഫെബ്രുവരി റവല്യൂഷൻ പഠിക്കാൻ എളുപ്പമാണ്. 2 യുദ്ധങ്ങളാണ് ശരിക്കും. 2 യുദ്ധങ്ങളാണ് ഫെബ്രുവരി റവല്യൂഷനിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആദ്യ യുദ്ധമാണ് 1905 നടന്ന റഷ്യയും ജപ്പാനും തമ്മിൽ നടന്ന യുദ്ധം. ഇതെല്ലാം സംഭവിച്ചത് റഷ്യ പരാജയപ്പെട്ടു. സംഭവിച്ചു ഓൺ 9th ജനുവരി 1905. 1905 ജനുവരി 9 വലിയ ഒരു വിഭാഗം വലിയ ആളുകൾ, അവിടുത്തെ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ, വർക്കേഴ്സ് എവിടേക്ക് ഒരു മാർച്ച് നടത്താണ്? പെട്രോഗ്രാഡിലേക്ക് മാർച്ച് നടത്താണ്. ആ മാർച്ചിന് നേരെ എന്തിനാ നടത്തിയത്? അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സും എക്കണോമിക് റിഫോംസിനും വേണ്ടി അല്ലേ. അതായത് രാഷ്ട്രീയ അവകാശങ്ങൾ തിരികെ നൽകണം, അതുപോലെ തന്നെ
എക്കണോമിക് റിഫോം, സാമ്പത്തികമായി വല്ല റിഫോംസ് നിങ്ങൾ കൊണ്ടുവരാൻ. കാരണം യുദ്ധത്തിന് ശേഷം ഞങ്ങൾ ആകെ പാപ്പരായി ബുദ്ധിമുട്ടായി കിടക്കുക അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനായിട്ട് അവർ എന്ത് ചെയ്യാണ്, ഒരു സമരം നടത്തി. ആ സമരത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റിനെ എന്ത് ചെയ്യാണ്, രാജാവ് വെടിവെച്ച് കൊല്ലുകയാണ്, അല്ലെങ്കിൽ ഫയർ ചെയ്യാണ്. നൂറുകണക്കിന് ആളുകളാണ് അവിടെ മരണപ്പെടുന്നത്. അതുകൊണ്ട് ആ ഇവന്റ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ദ ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത്, ആ ഒരു ഇവന്റ് അറിയപ്പെടുന്നത് അല്ലേ. ആ രക്തരൂക്ഷിത ഞായറാഴ്ചയ്ക്ക് ശേഷം സമരം ശക്തമാക്കാനായിട്ട് എന്ത് രൂപീകരിക്കുകയാണ്, സോവിയറ്റ് രൂപീകരിച്ചു അല്ലേ. പിന്നീട് സംഭവിച്ചത് 1914 ഫസ്റ്റ് വേൾഡ് വാർ ആണ്, ഒന്നാം ലോക മഹായുദ്ധമാണ് അല്ലേ. അപ്പൊ ഇവരുടെ ഒക്കെ എന്താണ്, ഈ സോവിയറ്റുകളുടെ നിർബന്ധപ്രകാരം ദ്യൂമ എന്ന് പറയുന്ന ഒരു താൽക്കാലിക നിയമനിർമ്മാണ സഭ നമ്മൾ രൂപീകരിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ദ്യൂമയുടെ എതിർപ്പിനെ മറികടന്ന് ദ്യൂമ പറഞ്ഞു വേണ്ട, ഇനി നമുക്ക് നമ്മുടെ റഷ്യയെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുപ്പിക്കരുത്. പക്ഷെ നമ്മുടെ നിക്കോളസ് രണ്ടാമൻ എന്ന് പറഞ്ഞാൽ പോടുപുല്ല്, ഞങ്ങൾ എന്ത് ചെയ്യും, നിർബന്ധമായി റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുപ്പിക്കും. അങ്ങനെ നമ്മുടെ നിക്കോളസ് രണ്ടാമൻ ദ്യൂമയെ അവഗണിച്ചുകൊണ്ട് റഷ്യ എന്ത് ചെയ്യാണ്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയാണ്. റഷ്യക്ക് നല്ല 8 പണി അവിടെ കിട്ടുകയാണ്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് സോൾജേഴ്സ് മരണപ്പെട്ടു. അവസാനം എന്താ സംഭവിച്ചത്, അവസാനം 1917 ആകുമ്പോഴേക്കും വലിയ രീതിയിലെ ഫുഡ് ഷോർട്ടേജ്, ഭക്ഷ്യക്ഷാമം വരികയാണ്. അവിടെ റഷ്യയിൽ വലിയ ഭക്ഷ്യക്ഷാമം വരികയാണ്. അങ്ങനെ വീണ്ടും സ്ത്രീകളെ എന്തിനു വേണ്ടിയിട്ട് 1917 മാർച്ച് 8 റൊട്ടിക്ക് വേണ്ടി, ഫോർ ബ്രെഡ്, ഭക്ഷണത്തിന് വേണ്ടി വലിയൊരു മാർച്ച് നടത്തുന്നത്. എവിടേക്ക്, വീണ്ടും പെട്രോഗ്രാഡിലേക്ക് തന്നെയാണ് മാർച്ച് നടത്തുന്നത്. ആ മാർച്ചിന് ആദ്യം നമ്മുടെ സോൾജേഴ്സ് എന്ത് ചെയ്തു, തടഞ്ഞു നിർത്തി, നിൽക്കവിടെ. പക്ഷേ സോൾജേഴ്സിന് തോന്നി നമ്മൾ എന്തിനാ അവിടെ തടഞ്ഞു നിർത്തുന്നത്, കാരണം ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ ഞങ്ങൾ ആരോടാ പറയാം. അവസാനം ഈ സോൾജേഴ്സും വർക്കേഴ്സും അവിടുത്തെ പെസൻസും എല്ലാവരും ഒറ്റ ടീമായി മാറി പെട്രോഗ്രാഡ് അവർ പിടിച്ചടക്കി. നിക്കോളസ് രണ്ടാമനെ അധികാരത്തിന് അവർ പുറത്താക്കി. അവസാനം എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു ഗവൺമെന്റ് അണ്ടർ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ്, ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുകയാണ്. അലക്സാണ്ടർ കെരൻസ്കി ആരാണ്, മെൻഷവിക്കാണ് അല്ലേ. അപ്പൊ റഷ്യയുടെ അധികാരം നമ്മുടെ നിക്കോളസ് രണ്ടാമനിൽ നിന്നും മെൻഷവിക്കുകളായ അല്ലെങ്കിൽ മെൻഷവിക് ഗവൺമെന്റ് ആയിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കി കിട്ടിയതിന് വിളിക്കുന്ന പേരാണ് എന്താ, ഫെബ്രുവരി റവല്യൂഷൻ. സംഭവം ഒറ്റ പേജ് നമ്മൾ ഒതുക്കിയില്ലേ. ഇനി എന്താ ഒക്ടോബർ റവല്യൂഷൻ കണ്ട നിങ്ങൾ, എന്താ ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ മെൻഷവിക്കിനെതിരെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, ഈ ബോൾഷെവിക്, ഇവർ രണ്ട് ശത്രുക്കളാ. അപ്പൊ ഈ മെൻഷവിക്കിനെതിരെ ബോൾഷെവിക് നടത്തിയ വിപ്ലവമാണെന്ത്, അല്ലെങ്കിൽ അവർ നടത്തിയ ഒരു മുന്നേറ്റമാണെന്ത് ഈ പറയപ്പെടുന്ന ഒക്ടോബർ റവല്യൂഷൻ. അവിടെ നേതാവാരാ, ലെനിനാണ്. ലെനിന്റെ പേര് പഠിച്ചു വെക്കുക. അങ്ങനെ ലെനിൻ ഒപ്പോസ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്, താൽക്കാലിക ഗവൺമെന്റ് ലെനിൻ എതിർത്തു. എല്ലാ രീതിയിലും ലെനിൻ അതിനെ എതിർത്തു. അങ്ങനെ ലെനിൻ ആര് സപ്പോർട്ട് ഇട്ടാണ്, നമ്മുടെ ബോൾഷെവിക്കുകളുടെയും സോവിയറ്റുകളുടെ ഒക്കെ സപ്പോർട്ട് ലെനിന് കിട്ടുക. അപ്പോൾ ലെനിൻ വലിയ ടീമായി, ലെനിൻ വലിയ ഡിമാൻഡൊക്കെ മുന്നോട്ട് വെച്ചു. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പിന്മാറ്റണം, അതുപോലെ തന്നെ അധികാരം മുഴുവൻ ആരെ കയ്യിലേക്ക്, നമ്മുടെ വർക്കേഴ്സിന്റെ കയ്യിലേക്ക് തന്നെ ഒരുപാട് ഡിമാൻഡ്സ് വെച്ചു. അവസാനം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ലെനിന്റെ ടീം അല്ലെങ്കിൽ നമ്മുടെ ബോൾഷെവിക്കുകൾ എന്ത് ചെയ്യാണ്, നേരെ ഒരു ആർമഡ് റെബല്യൻ, സായുധ കലാപം, യുദ്ധം, എന്താണ് തോക്കും ആയുധങ്ങളൊക്കെ എടുത്തിട്ട് അലക്സാണ്ടർ കെരൻസ്കി ഒരു കലാപം ആരംഭിച്ചു. അവസാനം അലക്സാണ്ടർ കെരൻസ്കി സ്വന്തം ജീവനും കൊണ്ട് ഓടി, ഫ്ലഡ് ഫ്രം ദ കൺട്രി, അദ്ദേഹം രാജ്യം വിട്ടു. സ്വാഭാവികമായിട്ടും നമ്മുടെ അധികാരം ആരുടെ കയ്യിലേക്ക് എത്തി, ലെനിന്റെ കയ്യിലേക്ക് അധികാരം എത്തി. എന്നടാ ഒക്ടോബർ 1 അല്ലെ 1917. ഇതിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒക്ടോബർ 1917 ഇതിനോട് നമ്മൾ ഇതിനെ ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിളിക്കുന്നത്. ഇത്ര പഠിക്കാനുള്ളൂ, ഇത്ര പഠിച്ച് എന്തായി, റഷ്യൻ റവല്യൂഷൻ പഠിച്ചു കഴിഞ്ഞു. മക്കൾ എന്ത് എളുപ്പമല്ലടാ. ഇനി നിങ്ങളുടെ മനസ്സിലായിരിക്കില്ലേ ഇനി എന്ത് വേണമെങ്കിൽ ചോദിച്ചോട്ടെ, ഞങ്ങൾ എഴുതാൻ സെറ്റ് ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നില്ലേ. അടുത്ത പിടിച്ചോ ചൈനീസ് റവല്യൂഷനൊക്കെയാണ്. ചൈനീസ് റവല്യൂഷൻ ഈ ഒറ്റ പേജ് തീർന്നിട്ടോ. ചൈനീസ് റവല്യൂഷൻ മൊത്തം ഇവിടെ തീർന്ന്. എന്തൊക്കെയാ, നമ്പർ 1 എന്തൊക്കെയാ, ഒന്നാമത് പ്രധാനമായും ചൈനീസ് റവല്യൂഷൻ നടക്കാനുള്ള പ്രധാന കാരണം എന്താ, അത് വിദേശാധിപത്യം അല്ലെങ്കിൽ വിദേശ ഇടപെടല. ചൈനയിലേക്ക് ചൈനയിലേക്ക് അനിയന്ത്രിതമായിട്ടുള്ള വിദേശ ഇടപെടൽ. ഈ എങ്ങനെ വിദേശ ഇടപെടൽ തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം. ഓപ്പൺ ഡോർ പോളിസിയുടെയും ഒപ്പിയം ട്രേഡ്, തുറന്ന വാതിൽ നയത്തിലൂടെയും കറുപ്പ് വ്യാപാരത്തിലൂടെയുമായി തുടക്കത്തിൽ ചൈനയുടെ മേലെ പല അധികാരങ്ങളും വിദേശികൾ കൈയടക്കിയല്ലേ. എന്നാൽ അവിടെ അന്ന് ചൈന ഭരിച്ചിരുന്ന മാഞ്ചു ഡൈനാസി എങ്ങനെയാ അതിനോടൊക്കെ ശരിവെക്കുന്നത്, അല്ലെങ്കിൽ വലിയ മാഞ്ചു ഡൈനാസി ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ആര് സ്വീകരിച്ചത്, മാഞ്ചു ഡൈനാസി സ്വീകരിച്ചില്ല. അല്ലാതെ അവരെ എതിർക്കാൻ, അവരെ സ്റ്റോപ്പ് ചെയ്യാൻ അവർ ശ്രമിച്ചില്ല. എന്നാൽ ഈ മാഞ്ചു ഡൈനാസിക്കെതിരെ ആദ്യമായി ഒരു റവല്യൂഷൻ നടക്കുകയാണ് 1900-ൽ. ആരാ നടത്തിയത്, അത് ബോക്സേഴ്സ് കലാപമാണ്. ബോക്സേഴ്സ് ഫിസ്റ്റ് ഉപയോഗിച്ച ആൾക്ക് ബോക്സേഴ്സ് റെബല്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷെ അതെന്തായിരുന്നു, അതൊരു ഫെയിലിയർ ആയിരുന്നു അല്ലെ. അതുകൊണ്ട് ആ ഒരു കലാപം കൊണ്ട് മാഞ്ചു ഡൈനാസിയെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നെ ആരാണ് മാഞ്ചു ഡൈനാസിയെ പരാജയപ്പെടുത്തിയത്, അത് 1911 ഡോക്ടർ സയാങ്സൺ ആണ്. അദ്ദേഹത്തിന്റെ കുമിന്താങ് പാർട്ടിയാണ് പിന്നീട് 1911 ആരെ പരാജയപ്പെടുന്നത്, മാഞ്ചു ഡൈനാസിയെ പരാജയപ്പെടുന്നത്. എന്താ സംഭവിച്ചത്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചില പ്രത്യേകതകളുണ്ട്, അത് പഠിച്ചു വെക്കണം. എന്തൊക്കെയാ,
നാഷണലിസം, ദേശീയത, ഡെമോക്രസി, ജനാധിപത്യം, സോഷ്യലിസം, അല്ലേ? ഈ 3 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രത്യേകതയായിരുന്നു. അദ്ദേഹം അധികാരത്തിലെത്തി ഈ പറഞ്ഞ നമ്മൾ ഓപ്പൺ ഡോർ പോളിസിയിലൂടെയൊക്കെ നടത്തിയ പല നയങ്ങളെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള അൺജസ്റ്റിസ് ആയുള്ള ലോകളെയും അല്ലെങ്കിൽ അഗ്രിമെന്റ്സ് ഒക്കെ അദ്ദേഹം നള്ളിഫൈ ചെയ്തു, അല്ലേ? അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നല്ല ബന്ധത്തിലായിരുന്നു അദ്ദേഹം പോയത്. അങ്ങനെ അദ്ദേഹം നല്ല രീതിയിൽ നമ്മുടെ ചൈനയുടെ നല്ലൊരു അടിപൊളി ഭരണം കാഴ്ചവെച്ച് അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ ആര് അധികാരത്തിലെത്തിയത് ചിയാങ് കൈഷക് ആയിരുന്നു, അല്ലേ? ചിയാങ് കൈഷക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ചൈനയിൽ ഒരു മിലിറ്ററി ഓട്ടോക്രാറ്റ് അല്ലെങ്കിൽ ഒരു സൈനിക സ്വേച്ഛാധിപത്യ ഭരണമാണ് ആര് നടത്തിയത്? ചിയാങ് കൈഷക് നടത്തിയത്, അല്ലേ? വീണ്ടും ചൈനയിലേക്ക് വിദേശാധിപത്യം വരാൻ വേണ്ടി തുടങ്ങി. ചൈന പ്രധാനപ്പെട്ട ബാങ്കിങ് ആയിക്കോട്ടെ, ഫോറിൻ അഫയേഴ്സ് ആയിക്കോട്ടെ, ഫോറിൻ ട്രേഡ് ആയിക്കോട്ടെ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരായി മാറി? വിദേശികളായി മാറി. അങ്ങനെ ആ വിദേശാധിപത്യത്തിനെതിരെ സമരം ചെയ്ത് രംഗത്ത് വന്നതായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന മാവോ സേതുങ്, അല്ലേ? മാവോ സേതുങ് എന്ത് ചെയ്യാണ്? 1934 വലിയൊരു മാർച്ച് നടത്തുന്നുണ്ട്. എന്താണ്? ലോങ് മാർച്ച്, അല്ലെ? ലോങ് മാർച്ച് എന്ന സമരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വലിയൊരു 12,000 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന വലിയൊരു യാത്ര അദ്ദേഹം നടക്കുന്നുണ്ട്. ആ യാത്രയെ വിളിക്കുന്നവരാണ് ലോങ് മാർച്ച്, അല്ലേ? ആ ലോങ് മാർച്ചിൽ അദ്ദേഹം എന്താ ചെയ്തത്? ആ വലിയ ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ നിന്ന്, ഭൂപ്രഭുക്കന്മാരെ കയ്യിൽ നിന്നൊക്കെ ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് ആർക്ക് കൊടുക്കുകയാണ്? സാധാരണക്കാരെ, കർഷകർക്ക് കൊടുക്കുക, അല്ലേ? അപ്പൊ കർഷകർക്കും സാധാരണക്കാരെ ആളുകൾക്ക് അദ്ദേഹം ഒരു ദൈവമായി മാറി, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വിദേശാധിപത്യത്തിനെതിരെ പോരാടാൻ വരുന്ന ഒരു ശക്തിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അദ്ദേഹം മാറി. അവസാനം അദ്ദേഹത്തിന്റെ റെഡ് ആർമി, അദ്ദേഹത്തിന്റെ ചുവപ്പു സേന കുമിന്താങ് പാർട്ടിയുടെ ആസ്ഥാനം പിടിച്ചടക്കുകയും അങ്ങനെ ഒക്ടോബർ 1, 1949 ചൈന എന്ത് ചെയ്യാണ്? ജനകീയ റിപ്പബ്ലിക്കായി മാറുകയാണ് ചെയ്തത്. ഇത്രയും പഠിച്ചാൽ എന്ത് പഠിച്ചു? ചൈനീസ് റവല്യൂഷനും നിങ്ങൾ പഠിച്ചു. ഇത് പോരളിയ. ഇനി ഒരൊറ്റൊന്നും കൂടി ഇവിടുന്ന് എസ്സായിട്ട് ചോദിക്കൊന്നുമില്ല. എന്നാലും ലാറ്റിൻ അമേരിക്ക റവല്യൂഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നോക്കി വെക്കുകയാണ്. ലാറ്റിൻ അമേരിക്ക റവല്യൂഷൻ ആരാണ് ലാറ്റിൻ അമേരിക്കയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവിടേക്ക്, അല്ലെങ്കിൽ അവിടെ ലാറ്റിൻ അമേരിക്ക കോളനിയാക്കി മാറ്റിയത് ആരാണ്? 2 രാജ്യങ്ങൾ ആരൊക്കെയാ? സ്പെയിനും പോർച്ചുഗീസും, അല്ലെ? സ്പെയിനും പോർച്ചുഗീസുകാരും അവരെങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക? അത്ര നമുക്ക് പഠിക്കാനുള്ളൂ. സ്പെയിനും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, എങ്ങനെ ചൂഷണം ചെയ്തു? 2 രീതിയിലാണ്. നമ്പർ 1 എന്താ? കൾച്ചറലി, സാംസ്കാരികമായിട്ട്. രണ്ടാമത് എക്കണോമിക്കലി, സാമ്പത്തികമായിട്ട്. എങ്ങനെയാണ് സാംസ്കാരികമായി എക്സ്പ്ലോയിറ്റ് ചെയ്തത്? അവരുടെ ഏറ്റവും സിമ്പിളായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്പെയിനിന്റെയും പോർച്ചുഗീസുകാരുടെയും അവരുടെ ലാംഗ്വേജ്, അവരുടെ ഭാഷ, അവരുടെ റിലീജിയൻ, അവരുടെ കൾച്ചർ, സംസ്കാരം, അവരുടെ ബിൽഡിങ്ങുകൾ, അവരുടെ പള്ളികൾ, അവരുടെ സ്കൂളുകൾ, അവരുടെ കൃഷിരീതികൾ, അവരുടെ രോഗങ്ങൾ പോലും എവിടേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നേരെ എവിടെ കൊണ്ടുവന്നു? നമ്മുടെ ലാറ്റിൻ അമേരിക്കയിൽ കൊണ്ടുവന്നു. അവരുടെ സംസ്കാരത്തെ കംപ്ലീറ്റ്ലി ആരില്ലാതാക്കി? നമ്മുടെ സ്പെയിനും പോർച്ചുഗീസും ഇല്ലാതെയാക്കി. അതുപോലെ തന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വലിയ രീതിയിലുള്ള ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾസിനെ മാറ്റി നിർത്തപ്പെടുകയും അവരെ ഒരു അടിമയെ പോലെ ട്രീറ്റ് ചെയ്യുവാണ് ആര് ചെയ്തത്? ഈ പറയപ്പെടുന്ന സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ചെയ്തത്. ഇനി എങ്ങനെ സാമ്പത്തികമായി എക്സ്പ്ലോയിറ്റ് ചെയ്തത്? ആ ലാറ്റിൻ അമേരിക്ക ഒരുപാട് റിസോഴ്സ്, ഇഷ്ടം പോലെ നാച്ചുറൽ റിസോഴ്സ് എല്ലാം ലാറ്റിൻ അമേരിക്ക. ആ എക്കണോമിക് റിസോഴ്സിനെ എല്ലാം ആര് എക്സ്പ്ലോയിറ്റ് ചെയ്തു? അതൊക്കെ ആര് എക്സ്പ്ലോയിറ്റ്? നമ്മുടെ ഈ പറയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ സ്പെയിനും പോർച്ചുഗീസും എക്സ്പ്ലോയിറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ ആളുകളെ അടിമകളെ പോലെ, സ്ലേവ്സിനെ പോലെ ജോലി ചെയ്യിപ്പിച്ചു. അങ്ങനെ ഈ രീതിയിലാണ് എക്കണോമിക്കലി ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്? നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ ജനങ്ങളെ ഈ രാജ്യങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ ഈ ഓരോ പോയിന്റ് വെച്ച്, അതായത് നിങ്ങൾ ചിലപ്പോൾ ഇത് മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ക്ലാസ് കേൾക്കുക, അതുപോലെ ഈ ഒരു കൃത്യമായി നോട്ട്സ് അങ്ങ് ഡൗൺലോഡ് ചെയ്യുക. ഈ നോട്ട്സ് നമ്മളെ കമ്മ്യൂണിറ്റി കിട്ടും. കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. 2 ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. 2 ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു നോട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നോട്ട് ഡൗൺലോഡ് ചെയ്യുക. കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി പഠിക്കാം. ഓക്കെ, എഴുതി പഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റാക്കുക. ഒരൊറ്റ കാര്യം ഞാൻ ഉറപ്പ് തരാം, ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലോ 5 ഏത് ചോദിച്ചാലും എൻ്റെ മക്കള് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? എക്സാം എഴുതും. ഒരു സംശയമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരോടും താങ്ക് യു. സ്നേഹം മാത്രം. ബൈ, ടാറ്റ.